ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 53. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും. ശക്തരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. പ്രിയ ദൈവജനമേ, ബാബിലോണിയൻ പ്രവാസത്തിൻ്റെ കഠിനമായ സാഹചര്യത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട ഇസ്രായേൽ ജനതയ്ക്കായി എഴുതപ്പെട്ടതാണ് കഷ്ടപ്പെടുന്ന ദാസനെക്കുറിച്ചുള്ള ഈ അപൂർവമായിട്ടുള്ള 53-ാം അധ്യായത്തിലെ പ്രവചനം. രാഷ്ട്രീയമായും ആത്മീയമായും തകർന്നുപോയ യൂദയായിലെ ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എങ്ങനെ നടപ്പിലാകുമെന്ന് ഈ അധ്യായം വ്യക്തമാക്കുന്നു. അസീറിയൻ ബാബിലോണിയൻ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വേദന അനുഭവിക്കുന്ന ഒരു ദാസനിലൂടെ ദൈവം ലോകത്തെ വീണ്ടെടുക്കുമെന്ന് ഏശയ്യാ ധീരമായി പ്രഖ്യാപിച്ചു. കത്തോലിക്ക വീക്ഷണത്തിൽ ഇസ്രായേലിൻ്റെ അന്നത്തെ വിമോചന പ്രതീക്ഷകളെക്കാൾ ഉപരിയായി ലോകപാപങ്ങൾ ചുമരിലേറ്റുന്ന മിശിഹായുടെ സഹനത്തെയാണ് ഇവിടെ ദർശിക്കുന്നത്. തൻ്റെ ജനത്തിൻ്റെ കഷ്ടപ്പാടുകൾ സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ പ്രവാചകൻ അചഞ്ചലമായ ദൈവവിശ്വാസത്തോടെയും ആത്മീയ ധൈര്യത്തോടെയുമാണ് ഈ ദിവ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയത്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെട്ടവനും നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടവനുമായ ഒരു രക്ഷകനെയാണ് ഈ അധ്യായം ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ടതെങ്കിലും മിശിഹായുടെ പീഡാനുഭവങ്ങളെ ഇത്ര കൃത്യമായി വർണ്ണിക്കുന്ന മറ്റൊരു വേദഭാഗം പഴയ നിയമത്തിലില്ല. അവിടുത്തെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന വലിയ സത്യം ദൈവത്തിൻ്റെ അനന്തമായ കരുണയെയും നീതിയെയുമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സഹനം വഴി പാപത്തിന് പരിഹാരം ചെയ്യുക എന്ന ദൈവിക രഹസ്യം സമകാലിക വിശ്വാസികൾക്ക് വലിയൊരു ആത്മീയ പാഠമാണ് നൽകുന്നത്. ഈ പ്രവചനം കേവലം ചരിത്രമല്ല, മറിച്ച് ഓരോ വിശ്വാസിയും തൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് വിശുദ്ധീകരിക്കാനുള്ള വലിയൊരു ആഹ്വാനം കൂടിയാണ്. ഇന്നത്തെ ലോകത്തിലെ അനീതികൾക്കും പാപങ്ങൾക്കും മേൽ ദൈവത്തിൻ്റെ വിധി ആസന്നമായിരിക്കുന്നുവെന്ന് ഈ വചനഭാഗം നമ്മെ ഗൗരവമായി ഓർമ്മിപ്പിക്കുന്നു. സ്വയം ശൂന്യനാക്കി ബലിയായി തീർന്ന ദൈവദാസനെ പോലെ എളിമയോടും അനുതാപത്തോടും കൂടി ജീവിച്ചാൽ മാത്രമേ നമുക്ക് വരാനിരിക്കുന്ന വലിയ വിധിയിൽ നിന്ന് രക്ഷ നേടാനാകൂ. സഭയുടെ കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെ ഈ ബലി രഹസ്യത്തിൽ പങ്കുചേരുമ്പോൾ നമ്മൾ ഈശോയുടെ രണ്ടാം വരവിനായി ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് അകന്ന് വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ഒരുങ്ങിയിരിക്കാൻ ഏശയ്യാ പ്രവാചകൻ നൽകുന്ന ദർശനം ഇന്നും തികച്ചും പ്രസക്തമാണ്. പാപത്തെ വെറുക്കാനും
നീതിപൂർവം ജീവിക്കാനും തയ്യാറെടുക്കുന്ന ഒരു ജനതയ്ക്കായി സ്വർഗം കാത്തിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ നവീകരിക്കേണ്ടതുണ്ട്. പ്രിയ സഹോദര സഹോദരി, സഹനത്തിൻ്റെ മറുകരയിൽ മഹത്വത്തിൻ്റെ ഉദയമുണ്ടെന്ന വലിയ പ്രത്യാശയാണ് ഈ പ്രവചനം അവസാനം നമുക്ക് നൽകുന്നത്. തൻ്റെ ആത്മാവിൻ്റെ പീഡകൾക്ക് ഫലമായി അവിടുന്ന് പ്രകാശം കാണുമെന്നും അനേകരെ നീതിമാന്മാരാക്കും എന്നുമുള്ള വാഗ്ദാനം നമ്മുടെ വിശ്വാസത്തിന് കരുത്ത് പകരുന്നു. കർത്താവായ ഈശോയുടെ രണ്ടാമത്തെ വരവ് എത്രയും വേഗം സംഭവിക്കാനിരിക്കെ തിരുമനസ്സിലായി ജീവിക്കുന്നവർക്ക് കുഞ്ഞാടിൻ്റെ വിരുന്നിൽ പങ്കുചേരാൻ തീർച്ചയായും സാധിക്കും. നിരാശയുടെ നിഴലുകളിൽ കഴിയുന്ന ഏവർക്കും ഈ അധ്യായം ഒരു വലിയ ആശ്വാസവും ജീവൻ്റെ ഉറവിടവുമാണ്. അതുകൊണ്ട് നമുക്ക് അനുതാപത്തോടെ ദൈവത്തിലേക്ക് മടങ്ങാം, തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം. ഇന്ന് തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കിലേക്ക്. അവിടുന്ന് നമ്മെ തൻ്റെ നിത്യമായ സ്വർഗീയ സന്തോഷത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. ശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.